സർക്കിൾ മെഷേഴ്സ് എന്ന ചാപ്റ്ററിലെ ലെങ്ത് ആൻഡ് ആംഗിൾ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. വൃത്തത്തിൻ്റെ കേന്ദ്രം O എന്ന് മാർക്ക് ചെയ്യുന്നു. ഞാൻ വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നു, എയും ബിയും. ഈ എയ്ക്കും ബിക്കും ഇടയിൽ ഉള്ള ഒരു വൃത്തഭാഗമുണ്ടല്ലോ, ആ വൃത്തഭാഗത്തിന് പറയുന്ന പേരാണ് ആർക്ക് അഥവാ ചാപം. അപ്പോൾ ആർക്ക് അഥവാ ചാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള വൃത്തഭാഗം. എനി പാർട്ട് ഓഫ് എ സർക്കിൾ ബിറ്റ്വീൻ 2 points ഓൺ ഇറ്റ് ഈസ് കോൾഡ് ആർക്ക്. അപ്പോൾ ആർക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ എ ബി എന്താണ്? ഒരാർക്കാണ് ഈ വൃത്തഭാഗം. ഇനി ഈ വൃത്തത്തിൻ്റെ ആർക്കാണ് എ ബി എന്ന് പറഞ്ഞല്ലോ. എ ബിയുടെ അഗ്രബിന്ദുക്കൾ n points ആയ എയും ബിയും സെൻറ്ററുമായിട്ട് യോജിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായില്ലേ? അഗ്രബിന്ദുക്കൾ സെൻറ്ററുമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ കോണിന് പറയുന്ന പേരാണ് കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ. എന്താണ് പറയുന്നത്? കേന്ദ്രകോൺ, സെൻട്രൽ ആംഗിൾ. അപ്പോൾ എന്ത് പറയാം? കേന്ദ്രകോൺ എന്താണെന്ന് പറയാം. ഒരു ചാപത്തിൻ്റെ അറ്റങ്ങൾ, അതായത് എയും ബിയും കേന്ദ്രവുമായി യോജിപ്പിക്കുന്ന ആരങ്ങൾക്കിടയിലുള്ള കോണാണ് കേന്ദ്രകോൺ, അല്ലേ? ഒ എയും ഒ ബിയും വൃത്തത്തിൻ്റെ റേഡിയസ് അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ ദി ടു റേഡിയൈ joining the ends of an arc to the center of a circle is called central angle. അപ്പം നമ്മളിപ്പം പഠിച്ച കാര്യം ആർക്ക് അഥവാ ചാപം എന്താണെന്ന് പറയുന്നു. ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള വൃത്തഭാഗമാണ് ചാപം. എനി പാർട്ട് ഓഫ് എ സർക്കിൾ ബിറ്റ്വീൻ 2 points ഓൺ ഇറ്റ് ഈസ് കോൾഡ് ആർക്ക്. ഇനി സെൻട്രൽ ആംഗിൾ എന്താണെന്ന്. ഒരു ചാപത്തിൻ്റെ അറ്റങ്ങൾ കേന്ദ്രവുമായി യോജിപ്പിക്കുന്ന ആരങ്ങൾക്കിടയിലുള്ള കോണാണ് കേന്ദ്രകോൺ. ആംഗിൾ ബിറ്റ്വീൻ ദി ടു റേഡിയൈ ജോയിനിങ് ദി എൻഡ്സ് ഓഫ് എൻ ആർക്ക് ടു ദി സെൻറ്റർ ഓഫ് എ സർക്കിൾ ഈസ് കോൾഡ് സെൻട്രൽ ആംഗിൾ. അപ്പോൾ സെൻട്രൽ ആംഗിളും ആർക്കും എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ എ ബി എന്ന ആർക്കിൻ്റെ നീളം നമ്മൾ എങ്ങനെ കണക്കാക്കും? ഈ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? 2πr. ഈ വൃത്തം നമ്മൾ നിവർത്തി വെച്ചിട്ട് അളന്ന് നോക്കിയാൽ ആ നീളം എത്രയായിരിക്കും? 2πr. r റേഡിയസ് ഉള്ള ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താണ്? പെരിമീറ്റർ എന്താണ്? 2πr. അപ്പോൾ നമ്മൾ ലെങ്ത് ഓഫ് എൻ ആർക്കാണ് കണ്ടുപിടിക്കുന്നത്. എ ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ ലെങ്ത് എന്ത് വരും? മൊത്തം സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr ആണ്. 2πr ഇൻറ്റു ഇതിൻ്റെ റേഡിയസ് r ആണെന്ന് പറഞ്ഞു. സെൻട്രൽ ആംഗിൾ x ആണ്. x ബൈ ഇവിടുത്തെ ആകെ കോൺ എത്രയാണ്? ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആകെ കോൺ 360 ആണ്. ഇവിടുത്തെ ആകെ കോൺ 360 ആണ്. ആംഗിൾ അറൗണ്ട് എ പോയിൻറ്റ് 360. അപ്പോൾ 2πr ഇൻറ്റു എക്സ് ബൈ 360 ആണ് ഈ ആർക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി ഈസ് 2πr ഇൻറ്റു എക്സ് ബൈ 360. റേഡിയസ് ആരം ആറും സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ എക്സ് ഡിഗ്രിയുമായ ഒരു ചാപത്തിൻ്റെ നീളം 2πr ഇൻറ്റു എക്സ് ബൈ 360 ആണ്. ലെങ്ത് ഓഫ് ആർക്കുമായി ബന്ധപ്പെട്ട പേജ് 148 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 40 degree ഈസ് 3π centimeter. വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് സർക്കിൾ? വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്? നമ്മൾ പഠിച്ചു ഒരു സർക്കിൾ. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ and central angle x degree, then length of arc is 2πr into x by 360. ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആറും
ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രിയുമാണെങ്കിൽ ആർക്കിൻ്റെ ലെങ്ത് എന്താണ് 2πr ഇൻറ്റു എക്സ് ബൈ 360 ആണെന്ന് നമ്മൾ പഠിച്ചു. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ആയ ഒരു ആർക്ക്, അതിൻ്റെ ലെങ്ത് 3π സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ലെങ്ത് ഓഫ് എൻ ആർക്ക് തന്നിട്ടുണ്ട് അല്ലേ. ലെങ്ത് ഓഫ് എൻ ആർക്ക്, അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് തന്നിരിക്കുന്നത്? ഓഫ് സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി. ഇത് എത്രയാണ് തന്നിരിക്കുന്നത്? 3π സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ലെങ്ത് ഓഫ് എൻ ആർക്ക്, റേഡിയസ് ആറും സെൻട്രൽ ആംഗിൾ എക്സും ആണെങ്കിൽ ലെങ്ത് ഓഫ് ആർക്ക് 2πr ഇൻറ്റു എക്സ് ബൈ 360 ആണ്. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് ഓഫ് ആർക്ക് നമുക്ക് ഈ ഫോർമുലയിൽ എങ്ങനെ എഴുതാം? 2π, റേഡിയസ് 6 തന്നെ, സെൻട്രൽ ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി. അപ്പോൾ 2πr ഇൻറ്റു 40/360 എന്തായിരിക്കും? 3π ആയിരിക്കത്തില്ലേ? 3π ആണ് തന്നിട്ടുണ്ടല്ലോ. ഇവിടുത്തെ ലെങ്ത് ഓഫ് എൻ ആർക്ക്, അതിൻ്റെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്, റേഡിയസ് നമ്മൾ 6 ആയിട്ട് തന്നെ എടുത്തു. അതായത് ഇങ്ങനെ ഒരു സർക്കിൾ, ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ്, ഇത് O ആണ്. സർക്കിളിലെ ഒരു ആർക്കിന് നമുക്ക് AB എന്നോ എന്തെങ്കിലും പേര് കൊടുക്കാം. ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ സെൻറ്ററുമായിട്ടുണ്ടാക്കുന്ന ഈ ആംഗിൾ 40 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആർക്കിൻ്റെ ലെങ്ത് എത്രയാണ്? 3π സെൻറ്റിമീറ്റർ ആണ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഈ സർക്കിളിൻ്റെ മുഴുവൻ പെരിമീറ്റർ കണ്ടുപിടിക്കണം, സർക്കിളിൻ്റെ റേഡിയസും കണ്ടുപിടിക്കണം. സർക്കിളിൻ്റെ റേഡിയസ് നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? 6 ആയിട്ട്. ഇവിടെ 0 0 ക്യാൻസൽ ആകത്തില്ലേ? പിന്നെ 4നെ 36 കൊണ്ട് ഹരിക്കാറില്ല. 4ൽ 4 ഒരു പ്രാവശ്യം, 36ൽ 9 പ്രാവശ്യം അല്ലേ. അപ്പോൾ എന്ത് വരും? ഇവിടെ 2πr ഇൻറ്റു 1, 2πr ബൈ താഴെ 9 മാത്രമല്ലേ ഉള്ളൂ, ഈക്വൽ ടു 3π. അപ്പോൾ 2πr സമം എന്ത് വരും? 3π ഇൻറ്റു 9. ഇവിടെ ഗുണിച്ചാൽ എന്ത് വരും? 3 ഇൻറ്റു 9 27 π സെൻറ്റിമീറ്റർ. 2πr എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ ഓഫ് സർക്കിളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പെരിമീറ്റർ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്. അപ്പം പെരിമീറ്റർ സമം എന്ത് കിട്ടി? 27 π സെൻറ്റിമീറ്റർ. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു, റേഡിയസ് കണ്ടുപിടിക്കാൻ അല്ലേ. നമുക്ക് പെരിമീറ്റർ 27 π സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. പെരിമീറ്റർ, സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr അല്ലേ. അതായത് 2πr സമം 27 π സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നമുക്കിനി കണ്ടുപിടിക്കേണ്ട ഇവിടെ എന്താണ്? റേഡിയസ് ആണ് അല്ലേ. 2πr എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു π ഇൻറ്റു r സമം 27 π എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 6നെ മാത്രം ഇവിടെ നിർത്തിക്കൊണ്ട് 2π ഞാൻ സമത്തിനിപ്പുറം എടുക്കുന്നു. അപ്പോൾ എന്ത് 2π ആവും? ഇവിടെ 2π ഇൻറ്റു r അല്ലേ. അപ്പം 2π സമത്തിനിപ്പുറം വരുമ്പോൾ ബൈ 2π ആവും. അപ്പോൾ പയ്യും ഇവിടെ വെട്ടിപ്പോയി. 27നെ 2 കൊണ്ട് ഹരിക്കണം. 2ൽ 2 ഒരു പ്രാവശ്യം 0, 7ൽ 2 3 പ്രാവശ്യം, 23 6, 1 ബാക്കി. ഇനി ഇറക്കിയിടാൻ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഇട്ടിട്ട് 0 ഇടണം. 10ൽ എത്ര? 2 5, I 2 10, 10ന് 10 കുറച്ചാൽ 0. അപ്പോൾ റേഡിയസ് എത്ര വരും? 13.5 സെൻറ്റിമീറ്റർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി ഈസ് 4 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. ഇനി 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ ദി സെയിം സർക്കിൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി. നമ്മൾ പഠിച്ചു ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ, റേഡിയസ് ആറും സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രിയുമാണെങ്കിൽ ലെങ്ത് ഓഫ് ആർക്ക് 2πr ഇൻറ്റു എക്സ് ബൈ 360 ആണ്. ഇവിടെ ഒരു ലെങ്ത് ഓഫ് ആർക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ആർക്ക്
ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് തന്നിരിക്കുന്നത് 25 ഡിഗ്രി ഈസ് 4 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി ആയ ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണെന്നാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 25 വരും. അപ്പോൾ 2πr ഇൻറ്റു 25/360 ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അതായത് ഒരു സർക്കിൾ, ആ സർക്കിളിലെ ഒരു ആർക്ക് എ ബി സെൻറ്ററുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 25 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആർക്കിൻ്റെ ലെങ്ത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ആയ ആർക്കിൻ്റെ ഇതേ സർക്കിളിൽ സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ആയ ആർക്കിൻ്റെ ലെങ്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം 2πr ഇൻറ്റു 25/360 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ആക്കുമ്പോൾ നമ്മൾ ഈ 25 കൂടും അല്ലേ. 75 ഡിഗ്രി ആക്കുമ്പോൾ ആർക്കിൻ്റെ ലെങ്ത്തും എന്താവും? കൂടും അല്ലേ. സെൻട്രൽ ആംഗിൾ കൂടുന്തോറും ആർക്ക് ലെങ്തും കൂടും. അത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് ആർക്ക് സെൻട്രൽ ആംഗിൾ 75 ആയ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി എന്ത് വരും? ഇതേപോലെ തന്നെ 25ൻ്റെ സ്ഥാനത്ത് 75 വരും. ഇത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആകെ അറിയാവുന്നത് 25 ഡിഗ്രി സെൻട്രൽ ആംഗിളുള്ള ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണെന്നാണ്. ഇനി 75 ഡിഗ്രിയുള്ള അതേ സർക്കിളിൽ 75 ഡിഗ്രി സെൻട്രൽ ആംഗിളുള്ള ആർക്കിൻ്റെ ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. 2πr ഇൻറ്റു 75നെ നമുക്ക് 25 ഇൻറ്റു 3 എന്ന് എഴുതാമല്ലോ. 25നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയായി? 3 15 1 ബാക്കി 23 75 അല്ലേ ബൈ 360. നമുക്ക് ആകെ ഇതേ അറിയാവുള്ളൂ. ഇതിനകത്ത് നിന്ന് അതേ സർക്കിളിൻ്റെ 75 സെൻട്രൽ ആംഗിളുള്ള ആർക്കിൻ്റെ ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇതിനെ 2πr ഇൻറ്റു 25/360 എന്ന് എഴുതുന്നു. ഈ 2πr എഴുതി 25 എഴുതി 360 എഴുതി. ഇവിടെ എഴുതാത്ത എന്താണ്? 3 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റു 3. 2πr ഇൻറ്റു 25/360ക്ക് പകരം നമുക്ക് എന്തെഴുതാം? 4 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 4 ഇൻറ്റു 3. നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ 75 ഡിഗ്രിയുള്ള ആർക്കിൻ്റെ ലെങ്താണ് കണ്ടുപിടിക്കുന്നത്. അത് 2πr ഇൻറ്റു 75/360 ആണ്. 75നെ 25 ഇൻറ്റു 3 എന്ന് എഴുതി. എന്താ 25 ഇൻറ്റു 3 എന്ന് എഴുതിയത്? നമുക്ക് 25 സെൻട്രൽ ആംഗിളുള്ള ആർക്കിൻ്റെ ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. അപ്പം 2πr ഇൻറ്റു 25/360 നമ്മൾ ഒന്നിച്ചെഴുതി ഇൻറ്റു 3. ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? 4 എന്ന് എഴുതാം. ഇത് 4 ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പം 4 ഇൻറ്റു 3 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 1.5 ടൈംസ് റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി? ഈ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ 1.5 മടങ്ങ് റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ എന്തായിരിക്കും? വലിയ സർക്കിളായിരിക്കും അല്ലേ. 1.5 മടങ്ങ് റേഡിയസ് കൂടുന്തോറും സർക്കിൾ വലുതാകും. അപ്പോഴും ഇവിടെ ഒരു ആർക്കുണ്ട്. ആർക്കിന് നമുക്ക് AB എന്ന് പേര് കൊടുക്കാം. ഈ ആർക്കിൻ്റെ ഈ വലിയ സർക്കിൾ റേഡിയസ് 1.5 മടങ്ങായ ഇതിനേക്കാൾ 1.5 മടങ്ങ് റേഡിയസ് ഉള്ള സർക്കിളിൽ സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ആണെങ്കിൽ ആ ആർക്കിൻ്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ 75 ഡിഗ്രി ഉള്ള ലെങ്ത് ഓഫ്
ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ഉള്ള 75 ഡിഗ്രി ഉള്ള ആർക്കിൻ്റെ ലെങ്ത് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 12 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി അല്ലേ. ഈ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ 1.5 മടങ്ങ് 1.5 ടൈംസ് റേഡിയസ് ഉള്ള സർക്കിളിലെ ആർക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഇവിടെയും സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി തന്നെയാണ്. എന്തിനാണ് മാറ്റം വരുന്നത്? റേഡിയസിനാണ് മാറ്റം വരുന്നത്. റേഡിയസ് എന്തായി മാറുന്നു? 1.5 ടൈംസ് അല്ലേ റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ റേഡിയസ് എന്തായിരിക്കും? സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കേട്ടോ. ഇപ്പോഴത്തെ റേഡിയസ് എന്ത് വരും? ആദ്യത്തെ റേഡിയസ് 6 ആണ്. ഇതിൻ്റെ 1.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 6 × 1.5 അല്ലേ. അപ്പോൾ എന്തെഴുതാം? 6 ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റാം. 1 2 2 2 1 3 3/2. 6 × 3/2 എന്ന് പറഞ്ഞാൽ 3/2 R. അപ്പോൾ പുതിയ സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്? 3/2 R ആണ്. സെൻട്രൽ ആംഗിളിന് മാറ്റമുണ്ടോ? ഇല്ല, റേഡിയസിന് മാത്രമാണ് മാറ്റം. അപ്പോൾ റേഡിയസിൻ്റെ സ്ഥാനത്ത് 3/2 R × 75/100 ഇതെത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആകെ അറിയാവുന്ന എന്താണ്? 2πr × 75/100 = 12. അപ്പോൾ അതേപോലെ നമുക്ക് അറിയാവുന്ന 2πr ആദ്യം എഴുതി × 75/100 എഴുതി. നമ്മളിവിടെ എഴുതാത്ത എന്താണ്? 2π എഴുതി, r എഴുതി, 75/100 എഴുതി, × 3/2 = 2πr × 75/100 നമുക്ക് എന്തെഴുതാം? 12 എന്ന് എഴുതിക്കൂടെ? ഇതിന് പകരം എന്തെഴുതാം? 12 എന്ന് എഴുതാം. അപ്പോൾ 12 × 3/2. അപ്പോൾ ഈ 12ഉം 2ഉം വെട്ടിപ്പോകത്തില്ലേ? 6 12 അല്ലേ. അപ്പം 12നെ 2 കൊണ്ട് ഹരിച്ച 6. 6 × 3 18 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് എന്തെഴുതാം? in the circle of radius 1.5 times, then length of arc of central angle 75 degree = 18 centimeter.